ആലിമീങ്ങളെ പറയുന്ന ഗീബത്തിന് ശിക്ഷ കൂടുതലാണ്. അത് കബീറത്താണ്, വൻകുറ്റ. തൗബല്ലാതെ അല്ലാഹു പൊറുക്കൂല. സാധാരണക്കാരനെ പറയുന്ന ആ ഗീബത്താണ് സഗീറത്ത്, ചെറിയ കുറ്റം എന്ന് പറഞ്ഞത്. എന്റെ വകല്ല, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഫത്തുൽ മുഈൻ എഴുതിയത്. എന്റെ കണ്ണു നോക്കി മൂല്യന്മാരെ സ്ഥാനം മൂല്യര് പറയാൻ എഴുതണ്ട, അങ്ങനെ കിതാബിലുള്ളത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. മൂല്യന്മാരെ പറയാൻ നിൽക്കണ്ട, അത് കുറച്ച് ഡിഗ്രി കൂടുതലുള്ളതാണ്, ഉള്ളത് കുറച്ച് നല്ലോണം കൊടുക്കേണ്ടി വരും അവിടെ എത്തുമ്പോ. അല്ലെങ്കിൽ തന്നെ എണ്ണി ചുട്ടാൽ ഏതോ 1-2 നിസ്കാരം ഉണ്ടാവും, കിട്ടുകയാണെങ്കിൽ കിട്ടുക. ഏതോ 1-2 നോമ്പ് ഉണ്ടാവും, ഷർത്തും ഫർളും സുന്നത്തൊക്കെ ഒത്തത്. അതെന്നെ കൊടുക്കാനാ വിധിക്കപ്പെട്ടെങ്കിൽ പിന്നെ എന്താ കയ്യിലുണ്ടാകും? ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് റേഞ്ച് കൂടിയ സംസാരം വേണ്ട, അത് ഇല്ലാതിരിക്കാൻ നല്ലത്. ഉള്ളതൊക്കെ പോകും. ഇനി ദുന്യാവും തന്നെ പൊരുത്തപ്പെടിക്കാനാണെങ്കിൽ അവരെ പൊരുത്തപ്പെടിച്ചിട്ട് വേണ്ടേ നമ്മളെ തൗബ ശരിയായ രൂപത്തിലാകാൻ. അതിനെല്ലാവരുടെ അടുത്തും പോകാൻ കഴിയോ? എല്ലാ ആലിമീങ്ങളടുത്തും മറ്റും ഗ്രൂപ്പ് തിരിച്ചും തിരിയാതെ ആരും ഒന്നും പറയാൻ നിൽക്കണ്ട. ആലിമീങ്ങൾ അവരെ സബീലിൽ വിട്ടേക്ക്. വല്ല അഭിപ്രായങ്ങളും പറയാണ്ടോ നേരിട്ട് ചെന്നോളി. വണ്ടി വാഹനമൊക്കെ എല്ലാവർക്കും ഇല്ലേ, എന്നിട്ട് പോയി പറഞ്ഞോളി. ഇതിനാ വെറുതെ ഇങ്ങനെ കാർന്ന് നിന്നാ നിൽക്കണ്? ആരെയും പറയണ്ട, ഒരു തങ്ങളെയും പറയണ്ട, രാഷ്ട്രീയത്തിന്റെ പേരിലും പറയണ്ട, അല്ലാതെയും പറയണ്ട. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നയം. നമ്മൾ അങ്ങനെ സ്വീകരിക്കേണ്ടത്. നമ്മളെ ജീവിതം അങ്ങനെ പറഞ്ഞു തോൽക്കാനുള്ളതല്ല. വല്ലതും അഭിപ്രായങ്ങൾ പറയാണ്ട്. നിങ്ങൾ വണ്ടി കയറിക്കോളി, കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, ഞാനത് പറയാൻ വേണ്ടി വന്നാണ്, ഞാൻ ഇവിടുന്ന് പറയണ്ടെന്ന് എഴുതിയിട്ടാണ്. ആ സന്തോഷം, ഓലത് കേട്ടോളൂ. ഇതിനാ നമ്മളിങ്ങനെ ഇടങ്ങേറായി ബുദ്ധിമുട്ടായി നിൽക്കുന്നത്.